പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമായ പുതിയൊരു ശക്തി സമവാക്യം രൂപപ്പെടുത്തി സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും കൈകോർക്കുകയാണ്. പരസ്പര സുരക്ഷയും സഹകരണവും മുൻനിർത്തി മൂന്ന് രാജ്യങ്ങളും ചേർന്ന് മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. മക്കയിലെ അൽ സഫ കൊട്ടാരത്തിലുള്ള റോയൽ ദിവാനിൽ വെച്ച് നടന്ന പ്രത്യേക ഉച്ചകോടിയിലാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ്, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫ് എന്നിവർ കരാറിൽ ഒപ്പുവെച്ചത്. മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം എല്ലാവർക്കും നേരെയുമുള്ള ആക്രമണമായി പരിഗണിക്കുമെന്നും അത്തരം സാഹചര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്നും കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനിടയിൽ മൂന്ന് രാജ്യങ്ങൾക്കിടയിലുള്ള സൈനിക പ്രതിരോധ സഹകരണം സമഗ്രമായി വികസിപ്പിക്കാനും ധാരണയായി. ചരിത്രപരമായ സൗഹൃദം, ഇസ്ലാമിക സാഹോദര്യം, പങ്കാളിത്ത തന്ത്രപ്രധാന താൽപര്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് ഈ നിർണായക കരാർ രൂപീകരിച്ചത്. മേഖലയിലും ആഗോളതലത്തിലും സുസ്ഥിരമായ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കാനും ഈ പ്രതിരോധ സഖ്യം വഴിയൊരുക്കുമെന്നാണ് ഉച്ചകോടിക്ക് ശേഷം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തുർക്കി പ്രസിഡന്റും സൗദി അറേബ്യയിലെത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ജിദ്ദയിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉംറ നിർവഹിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് തുർക്കി പ്രസിഡന്റ് ജിദ്ദയിലെത്തിയത്. തുടർന്ന് മക്ക അൽ സഫ കൊട്ടാരത്തിലെ റോയൽ ദിവാനിൽ വെച്ച് സൗദി കിരീടാവകാശി ഇരു നേതാക്കളെയും സ്വീകരിച്ചു. ഇതിനുശേഷമാണ് മക്ക സംയുക്ത പ്രതിരോധ ഉച്ചകോടി നടന്നത്. മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ഉഭയകക്ഷി ബന്ധങ്ങളും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഉച്ചകോടിയിൽ നേതാക്കൾ വിശദമായി തന്നെ വിലയിരുത്തി. കൂട്ടായ പ്രതിരോധമാണ് ഉടമ്പടിയുടെ പ്രധാന തത്വം. ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് മൂന്ന് രാജ്യങ്ങളും വ്യക്തമാക്കിയത്. പ്രതിരോധ സഹകരണം, സൈനിക ഏകോപനം അത് ശക്തിപ്പെടുത്താനും കരാർ ആഹ്വാനം ചെയ്യുന്നു. സുസ്ഥിരവും അതോടൊപ്പം തന്നെ സ്വയം പര്യാപ്തവുമായ പ്രതിരോധ ശേഷി വളർത്തിയെടുക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യമെന്നും ഒരു സൈനിക അച്ചുതണ്ടോ മതപരമായ കൂട്ടായ്മയോ ഉണ്ടാക്കാനുള്ള ശ്രമമല്ല ഇതെന്നും സൗദി അറേബ്യ അറിയിക്കുന്നുണ്ട്. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും സംയുക്ത പ്രതിരോധ വ്യവസായ പദ്ധതികളെ പിന്തുണയ്ക്കാനും ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തമാക്കാനും ഈ കരാർ സഹായിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പറയുന്നു. ഇത് പൂർണ്ണമായും പ്രതിരോധ അധിഷ്ഠിതമാണെന്നും പ്രത്യേകിച്ചൊരു രാജ്യത്തിനെതിരെയും ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ വ്യക്തമായി പറയുന്നുണ്ട്. കരാർ മറ്റ് രാജ്യങ്ങൾക്കും തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. നാറ്റോയുമായുള്ള പ്രധാന സാമ്യം കൂട്ടായ പ്രതിരോധ തത്വം മാത്രമാണ്. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ച് ഒരു അംഗരാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്നു. എന്നാൽ ആക്രമണം നേരിടുന്ന പങ്കാളിയെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ ഓരോ അംഗരാജ്യവും കൈക്കൊള്ളണം. അത്തരം സഹായത്തിൽ സൈനിക ശക്തി ഉൾപ്പെടാം. എന്നാൽ അത് സൈനിക ഇടപെടലിലേക്ക് മാത്രം പരിമിതപ്പെടുത്തില്ല.